നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാന്ദ്ര സാറിനെ വിളിച്ചു വരുത്തിയത് രേഖാ മേഡത്തിനെയും രാജലക്ഷ്മി അമ്മയും കുറിച്ച് സംസാരിക്കാനാ. ആണോ? അവർക്കെന്ത് പറ്റി? അവർക്കൊന്നും പറ്റിയില്ല സാർ. പറ്റാൻ പോകുന്നത് സാറിനും സാറിന്റെ ചേട്ടനും അമ്മയ്ക്കുവാ. They are backstabbing you. ചതിയാണ് നടക്കുന്നത്. ചതിയോ? What the hell do you mean? ഞാൻ പറയാം സാർ. വർമ്മൻ വില്ലയിലെ 2 മരുമക്കളായ ശ്രീലക്ഷ്മി മേഡവും രേഖാ മേഡവും കുറച്ചു കാലം കൊണ്ട് അത്ര നല്ല സ്വരച്ചേർച്ചിലല്ല എന്ന് സാറിന് അറിയാലോ. അറിയാം രാജാറാം. ഏട്ടത്തിയമ്മ അതിൽ പല കാര്യങ്ങളിലും നിരപരാധിയാണ്. പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്റെ ഭാര്യ തന്നെയാണ്. പക്ഷെ ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കിയിട്ടും രേഖ കേൾക്കുന്നില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഉന്തിന്റെ കൂടെ തള്ളുമെന്ന് പറഞ്ഞ പോലെ അവളുടെ അമ്മയും വന്നു കൂടെ താമസിക്കാൻ. ബാക്കിയൊക്കെ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാലോ. കുടുംബത്തിന്റെ മനസമാധാനം തന്നെ തകർത്തു പോവാൻ. ഇല്ലാത്ത ഗർഭമുണ്ടെന്ന് വരുത്തി തീർത്തപ്പോ സത്യം പറഞ്ഞ തൊലി ഉരിഞ്ഞു പോയത് എന്റെയാ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഭാര്യയായി പോയില്ലേ. എല്ലാം മനഃപൂർവ്വമായി ഞാൻ ക്ഷമിക്കുകയായിരുന്നു. ചേട്ടായിക്കും അമ്മയ്ക്കും വിഷമം ഉണ്ടാവുന്ന കരുതി മാത്രം. ഏതായാലും ഇന്നിപ്പോ ഈശ്വരാധീനം കൊണ്ട് രേഖയുടെ അമ്മ വർമ്മൻ വില്ല വിട്ടുപോയി. ഇനി എന്നാണ് കുത്തിത്തിരിപ്പിന് വേണ്ടി 2ാം വരവെന്ന് അറിയില്ലെന്ന് മാത്രം. ഇനിയൊരു 2ാം വരവില്ല സർ. രാജലക്ഷ്മി അമ്മ വർമ്മൻ വില്ലയില് കാല് കുത്തില്ല. ഇനി സാറിനത് ഉറപ്പിക്കാം. വരില്ലേ? അതെങ്ങനെ തനിക്കറിയാവുന്നത്? ഹൗ ക്യാൻ യു സേ ദാറ്റ്? പറയാൻ പറ്റും സാർ. കാരണം രാജലക്ഷ്മി അമ്മ സ്വമനസാലെ പോയതല്ല അവിടുന്ന്. ഞങ്ങൾ ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിട്ടതാ. ഭീഷണിപ്പെടുത്തിയോ? യെസ്. വർമ്മൻ വില്ലയുടെ അടിത്തറ ഇളകാൻ പാകത്തിനുള്ള പ്രവൃത്തികൾ അവരിൽ നിന്നും ഉണ്ടായപ്പോ ഞാനും രാജാറാം സാറും കൂടി പെട്ടിയെടുപ്പിക്കുകയായിരുന്നു അവരെ കൊണ്ട്. പക്ഷേ അതിന് മാത്രം അവരെന്ത് ചെയ്തു? വാട്ട്സ് ഹാപ്പനിങ്? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? പറയാം സാർ. പക്ഷേ സാർ അത് വളരെ സൂക്ഷ്മമായിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. പ്രത്യേകിച്ചും രവി സാർ ഒരിക്കലും ഇതറിയരുത്. എന്നാലേ ഞങ്ങൾക്ക് പറയാനുള്ളത് സാറിനോട് പറയാൻ പറ്റൂ. ഇല്ല രാജാറാം, ചേട്ടായി ഒന്നും അറിയില്ല. ഇറ്റ്സ് മൈ പ്രോമിസ്. തുറന്നു പറയൂ, നിങ്ങൾ ഇത്രമാത്രം സീരിയസ് ആവാൻ വേണ്ടി രേഖയും അമ്മയും എന്ത് ക്രൈമാ ചെയ്തത്? എന്ത് വഞ്ചന, എന്ത് കുടുംബദ്രോഹം? ജസ്റ്റ് ടെൽ മീ ദ ട്രൂത്ത്. രഘുവർമ്മൻ സാറിനെ സ്വന്തം ജീവനെ പോലെ കരുതുന്ന രവിവർമ്മൻ സാറിന്റെ അനിയത്തിക്കുട്ടിയെ വർമ്മൻ ഫാമിലിക്ക് മടക്കി വേണം. വേണ്ടാത്തത് ഈ രാജലക്ഷ്മിയാ. സാന്ദ്രയും രാജാറാമും എന്നെ വന്ന് കണ്ടിരുന്നു. നീയും നിന്റെ അമ്മയും നടത്തിയ പകൽ കൊള്ളയെക്കുറിച്ച് പറയാം.
എന്താണ് രേഖ മാഡം? തർക്കിക്കാനും ആക്രോശിക്കാനും സ്ഥാപിച്ചെടുക്കാനും ഒന്നുമില്ലേ? ബോഡി ലാംഗ്വേജ് കണ്ടാൽ ആകെ സറണ്ടറായ മട്ടാണല്ലോ. യെസ് രഘു, ഐ സറണ്ടർ. പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ കീഴടങ്ങുക. അബദ്ധം പറ്റിപ്പോയി. അതിന് കാരണക്കാരിയായ അമ്മയെ അതാണ് ഇവിടെ നിന്നും പറഞ്ഞയച്ചതും. സോറി, യു ആർ റോങ്. അമ്മയെ സ്വയം നീ പറഞ്ഞയച്ചതല്ല, പറഞ്ഞയക്കാൻ നീ നിർബന്ധിക്കപ്പെട്ടതാണ്. അതിനുള്ള പ്രതികാരമായിരുന്നു ഞാൻ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ശ്രീലക്ഷ്മിയുടെ അച്ഛനമ്മമാരെ കരുതിക്കൂട്ടി നീ പടിയടച്ച് പറഞ്ഞു വിട്ടതും. രഘു, അത് പിന്നെ ഞാൻ... സ്റ്റോപ്പ്, മതി. Enough is enough. വാളെടുത്തവൻ വാളാലെന്നും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നൊക്കെ ചില ന്യായപ്രമാണങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവിടെയും അത് തന്നെ വേണമെന്നാ ഞാൻ തീരുമാനിക്കുന്നത്. എന്നെയും എന്റെ കുടുംബത്തെയും പിന്നിൽ നിന്ന് കുത്തിയ ഒരാൾ ഈ വീട്ടിൽ ഇനി വേണ്ട. നമ്മൾ പിരിയുകയാണ്, ഡിവോഴ്സ് ചെയ്തുകൊണ്ട്. വക്കീൽ വഴി ആവശ്യമുള്ള പണം കോമ്പൻസേഷനായി തരാൻ ഞാൻ തയ്യാറാണ്. പകരം ആവശ്യപ്പെടുന്നത് ഈ വേർപിരിയലിന് വലിയൊരു പബ്ലിസിറ്റി കൊടുക്കണ്ട എന്ന് മാത്രമാണ്. വീട്ടുകാരെയും നാട്ടുകാരെയും പതുക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം. തൽക്കാലം 1-2 ദിവസം ഞാൻ നിനക്ക് തരും, സ്വന്തം സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞാൽ നമ്മൾ പിരിയുകയാണ്. ദാറ്റ്സ് ഓൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.